യുദ്ധം ആരംഭിച്ച് 5 ദിവസത്തിനിടെ 500 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് വ്യക്തമാക്കി ഇറാൻ. 6 സൈനികർ കൊല്ലപ്പെട്ടു എന്ന അമേരിക്കയുടെ വാദത്തിനിടെയാണ് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി കണക്കുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു സന്ദേശത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യം വിശദമാക്കിയിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. യുദ്ധത്തിൽ പ്രവേശിക്കാനുള്ള വാഷിംഗ്ടണിന്റെ തീരുമാനം രൂപപ്പെടുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുവദിച്ചുവെന്ന് ആരോപിക്കുകയും ചെയ്തു. നെതന്യാഹുവിന്റെ കോമാളിത്തരങ്ങളിൽ ട്രംപ് വീണുപോയെന്നും ഇറാനുമായുള്ള അന്യായമായ ഒരു യുദ്ധത്തിലേക്ക് അദ്ദേഹം അമേരിക്കൻ ജനതയെ വലിച്ചിഴക്കുകയാണെന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ലാരിജാനി പറഞ്ഞു. നെതന്യാഹുവിനെ കോമാളിത്തരമായ പ്രവർത്തനങ്ങളിൽ ട്രംപ് ആകൃഷ്ടനായി അമേരിക്കൻ ജനതയെ ഇറാനുമായുള്ള അന്യായമായ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു എന്ന് ലാരിജാനി എഴുതി. സംഘർഷത്തിന്റെ അനന്തരഫലങ്ങൾ അമേരിക്ക ഇപ്പോൾ കണക്കാക്കണമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നാശനഷ്ടങ്ങളെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രം 500-ലധികം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അമേരിക്കക്കാണോ അതോ ഇസ്രായേലിനാണോ ഇനി മുൻഗണന നൽകേണ്ടതെന്ന് അദ്ദേഹം കണക്കുകൂട്ടേണ്ടിയിരിക്കുന്നു എന്നും ലാരിജാനി പറഞ്ഞു. കഥ ഇനിയും തുടരും. ആയത്തുള്ള അലി ഖാംനെയുടെ രക്തസാക്ഷിത്വത്തിന് നിങ്ങൾ കനത്ത വില നൽകേണ്ടി വരുമെന്നും എക്സിലെ പോസ്റ്റിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 6 സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നും അതിൽ 4 പേർ കുവൈത്തിലാണെന്നുമാണ് പെന്റഗൺ അറിയിക്കുന്നത്. നീണ്ട യുദ്ധത്തിൽ ഇറാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്ന് തിങ്കളാഴ്ച നടത്തിയ പ്രസ്താവനയിൽ ലാരിജാനി പറഞ്ഞിരുന്നു. നിലവിൽ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ തലവനായ ലാരിജാനി മുമ്പ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ മുതിർന്ന ഉപദേഷ്ടാവായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച അമേരിക്കയും ഇസ്രായേലും തീർത്തും ഏകപക്ഷീയമായി നടത്തിയ സംയുക്ത ആക്രമണത്തോടെയാണ് സംഘർഷം ആരംഭിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖാംനെയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു. തെക്കൻ ഇറാനി നഗരമായ മിനാബിൽ സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 165 പെൺകുട്ടികളാണ് കൊല്ലപ്പെട്ടത്, അതും പ്രൈമറി വിദ്യാർത്ഥികൾ. അതേസമയം US-ന്റെയും ഇസ്രായേലിന്റെയും സൈനിക കേന്ദ്രങ്ങളും ആയുധ സംഭരണികളും ലക്ഷ്യമിട്ടാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നുവെന്ന് സർക്കാർ അറിയിക്കുന്നു. അതിനിടെ ചർച്ചകൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇറാൻ ഉദ്യോഗസ്ഥർ നിരസിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം സംഘർഷം നിയന്ത്രിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നും മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി മിഡിൽ ഈസ്റ്റിലേക്കും ഒരു പ്രത്യേക ദൂതനെ അയക്കുമെന്നും ചൈന ബുധനാഴ്ച പ്രഖ്യാപിച്ചു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി സൗദി എമിറാത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. നയതന്ത്രത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും യുദ്ധസമയത്ത് സാധാരണക്കാരെ സംരക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. Waytonikah.com, the exclusive Muslim matrimonial site.